നൽകിയിട്ടുണ്ട്. സാധാരണക്കാരുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സ്മാർട്ട് സിറ്റി മിഷന് കീഴിലുള്ള നിരവധി കേന്ദ്ര പദ്ധതികൾ സഹായകരമായി. 1242.47 കോടി രൂപയുടെ പദ്ധതികളാണ് സ്മാർട്ട് സിറ്റിയുടെ കീഴിൽ നമ്മുടെ നഗരത്തിൽ നടപ്പാക്കിയത് എന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഇതിനു പുറമെ സ്വച്ഛ് ഭാരത്, PM സ്വാനിധി, PM വിശ്വകർമ്മ, സ്മാർട്ട് ബസ്സുകൾ എന്നിവയെല്ലാം തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ഗതിവേഗം കൂട്ടുന്നവയാണ്. കേരള സർക്കാരിന്റെ നിരവധി ജനോപകരമായ പദ്ധതികളും നടപ്പിലാക്കുക എന്നതും ഈ ബഡ്ജറ്റിന്റെ ഉദ്ദേശമാണ്. 5 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5 നഗരങ്ങളിൽ ഒന്നായി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് അണിചേരാം. ഭാരതത്തിലെ അതിപുരാതന നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഉയർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തിരുവിതാംകൂറിന്റെ ആവിർഭാവ ഘട്ടത്തിൽ തലസ്ഥാനം പത്മനാഭപുരം ആയിരുന്നുവെങ്കിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതും കോട്ടകളും കൊട്ടാരങ്ങളും നിർമ്മിച്ച മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം പരിഷ്കരിച്ചു. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ ധർമ്മരാജ തിരുവനന്തപുരം നഗരത്തിന്റെ അടിസ്ഥാന വികസന നടപടികൾ പൂർത്തീകരിച്ചു. തലസ്ഥാനം മാറ്റം പൂർണ്ണമായി രാജാ കേശവദാസ് വേലുത്തമ്പി ദളവയും നഗര വികസനത്തിന് ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് പ്രധാന നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം വികസിച്ചു. സവിശേഷമായ സാംസ്കാരിക ഭരണ ചരിത്രമുള്ള ഈ നഗരത്തിന്റെ സൗന്ദര്യവും മഹത്വവും മങ്ങാതെ കാത്തുസൂക്ഷിക്കുന്നതിന് നാം പ്രതിജ്ഞാബദ്ധരാണ്. നഗരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രമാണ്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രം, പഴവങ്ങാട് ഗണപതി ക്ഷേത്രം, വെട്ടുകാട് മാതാ ദേവാലയം, ഭീമാപ്പള്ളി എന്നീ ആരാധനാലയങ്ങൾ മറ്റൊരിടത്തും കാണാത്ത പ്രത്യേകതകളാണ്. മതമൈത്രി കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രതീകമാണ് പാളയത്ത് വിവിധ മതങ്ങളുടേതായ 3 ആരാധനാലയങ്ങൾ. ഭാരതത്തിൽ ഭാഷാ സംസ്ഥാനങ്ങൾ